ഹായ് എവരി വൺ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ലുലു വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. നൈറ്റ് ഒരു 7 മണിയായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഷിയ, ബേബി, ഞാൻ, ദുവ, അതുപോലെ തന്നെ ഉമ്മായും ജഹാസും എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഷിയ കാർ എടുക്കുവാണ്. കാറെടുത്ത് ദുവയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ വീടൊക്കെ പൂട്ടി നിൽക്കുമ്പോഴാണ് ബേബിയുടെ മൈൻഡിൽ നമ്മളെവിടെയാണോ പോവുകയാണല്ലോ, എന്താ സംഭവം എന്നൊക്കെ ആലോചിച്ച് കിടക്കുവാണ് എൻ്റെ കയ്യിൽ കേട്ടോ. വലിയൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ, ചെറിയൊരു വ്ളോഗാണ്. ഞങ്ങൾ അവിടം വരെ പോയിട്ട് വരുന്നൊന്ന് ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചെടുക്കുവാണ്. റോഡിലാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. കാര്യം നോമ്പൊക്കെ തുറന്ന ക്ഷീണത്തിലെല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കും. ആ ഒരു ഇതിലതേ കണ്ടോ, ശൂന്യമായിട്ട് കിടക്കുവാണ്. ഡ്രൈവിങ്ങും വളരെ ഈസി ആയിരുന്നു, കാരണം അധികം തിരക്കൊന്നുമില്ല. ദുവ ആണെങ്കിൽ ലുലുവിൽ എത്തിയിട്ട് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് പുറകിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവിടെ എത്താറായപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. അതെ, എംറിക് ബേബിയുടെ ഒരു നോട്ടമൊക്കെ കണ്ട, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര പോസിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് പോകുന്നത് കൊണ്ടാണ് ഓൺ വോയിസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. കാരണം കോപ്പിറൈറ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ ഞാൻ ഇപ്പം ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. ആകെ നമുക്കൊരു ബ്ലോക്ക് കിട്ടിയത് ദേ എടപ്പള്ളിയിലാണ് കേട്ടോ. നമ്മൾ എടപ്പള്ളി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനമാണ് കേട്ടോ. ഞാനിവിടെ ക്യാഷ്യറായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേടാ. 9 മണി കഴിഞ്ഞിട്ടുണ്ട്. എടപ്പള്ളി ബേബി ഇവിടെ വന്നിരിക്കുവാണ്. എംറിക് ബേബി നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് കേട്ടോ ഈ യാത്രയ്ക്ക്. കാരണം അവൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഫുൾ യാത്ര ഇങ്ങനെ കണ്ടുകൊണ്ടും ട്രാവലിംഗ് എൻജോയ് ചെയ്താണ് ലുലു വരെ എത്തിയത്. ലുലുവിലും നല്ല രീതിയിൽ അവൻ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ദുവ, ഞാൻ പറഞ്ഞു ദുവയോട് ദേ ലുലു എത്തി എഴുന്നേറ്റോ എന്ന് പറഞ്ഞപ്പോൾ ദുവ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു. അങ്ങനെ ദേ ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു അവിടെ. കാര്യം എടപ്പള്ളിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും ബ്ലോക്കായിരിക്കും. അങ്ങനെ നീണ്ടു നിന്ന ബ്ലോക്കിന് ശേഷം നമ്മൾ ലുലുവിൻ്റെ കവാടത്തിലേക്ക്, പ്രധാന കവാടത്തിലേക്ക് കടക്കുകയാണ്. എപ്പോഴും കാണുന്ന പോലെയല്ല കേട്ടോ, ലുലു അടിപൊളി ഭംഗിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു റമളാൻ മാസം ആയതുകൊണ്ട് ഒരു പ്രത്യേക തരം ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം വളരെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു അറബിക് സ്റ്റൈലിൽ കയറുമ്പോൾ തന്നെ കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലുലുമാളിലെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ദുവാന റൈഡിലൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്, കേറ്റല്ല കാണിക്കാൻ. ദുവാന റൈഡൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ദേ ഇപ്പം നിൽക്കുന്നത് ലുലു കണക്റ്റിലാണ്. മൊബൈലൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി, ഒരെണ്ണം വാങ്ങണമെന്ന് പ്ലാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ദേ ഒരു നല്ല ക്യൂട്ട് കാർ ഇരിക്കുന്നതുണ്ട്. അങ്ങനെ എംറിക് ബേബിയെ ഷിയ അതിനകത്ത് ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എംറിക്കിൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ പപ്പായെപ്പോലും ഞാനും ഒരു കാറൊക്കെ വാങ്ങിക്കാൻ പോവുകയാണോ എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാര്യം കാറിലൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് കണ്ടോ, ഫേസൊക്കെ കണ്ടോ, ഭയങ്കര എന്ത് സംഭവം എന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ കാർ ഇപ്പം എന്തായാലും വാങ്ങിച്ചിട്ട് യാതൊരു കാര്യമില്ല. കുറച്ചുകൂടി എംറിക്ക് വലുതാകുമ്പോൾ നമുക്ക് കാർ വാങ്ങി. ദുവാക്ക് വ്ളോഗ് എടുക്കാനൊന്നും താല്പര്യമില്ല, അവളിങ്ങനെ പറന്ന് നടക്കും അവിടെ. ഫാഷൻ സ്റ്റോറിൽ നിന്ന് നേരെ നമ്മൾ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞും ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് കറക്റ്റായിട്ട് പറ്റുന്നില്ല. പിന്നെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതേ അല്ല. അതുകൊണ്ട് ചെറിയൊരു
ക്ലിപ്പുകൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇതേ ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് തകർത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ച്, പക്ഷേ വേറൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഹോട്ടൽ കാണുവാണെങ്കിൽ നിർത്താമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അരൂരിൽ NH എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് കേട്ടോ, അതാണ് പിന്നെ കണ്ടത്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണെങ്കിലും വലിയ ബ്ലോക്കൊന്നുമില്ല, കാരണം നട്ടപ്പാതിര ആയില്ലേ, ഏകദേശം ഒരു 12:30-1 മണിയായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിത് ബേബിക്ക് പാലൊക്കെ കൊടുത്തു. ബേബി എന്നിട്ടും ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കേട്ടോ കാറിൽ കയറിയപ്പോൾ. അങ്ങനെ പുറകിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പൊറോട്ട കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. പൊറോട്ട കഴിക്കുന്ന ആളെ കണ്ടോ? പൊറോട്ട കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പം നമുക്ക് കറിയൊന്നും വന്നിട്ടില്ല ഇവിടെ, കഴിഞ്ഞ് NH-ലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മളെ ഇനി കൊണ്ടുവരട്ടെ, കറി കൊണ്ടുവരട്ടെ. ഫ്രൈ അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചെയ്യാതെ പോവുക. ബാക്കി എല്ലാവരും കുഞ്ഞിനെയും കൊണ്ട് വെളിയിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ ക്ലോസിങ് ടൈമായി, ക്ലോസ് ചെയ്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ വെറൈറ്റി ഒന്നും ഇല്ലായിരുന്നു, എല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു പൊറോട്ട? സൂപ്പർ പൊറോട്ടയും സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായ ഉണ്ടായിരുന്നു, ഇവിടെ ക്ലോസ് ചെയ്തു, അപ്പുറത്തുനിന്ന് കുടിക്കാം. അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി അപ്പുറത്തെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ഇനി നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.